അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആൽഫ ബീറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് ആർ ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ബൈ 2 ബീറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ക്യു എക്സ് പ്ലസ് ആർ ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഓഫ് ആറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ റൂട്ട്സ് ആണ് ഇപ്പം ആൽഫ ബീറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ട്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഓക്കെ, നമ്മുടെ എക്സിൻ്റെ കോവിഷ്യൻറ്റിൻ്റെ ഡിവൈഡഡ് ബൈ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻ നെഗറ്റീവ് ഓഫ്. ഓക്കെ, അതുപോലെ തന്നെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ. ഓക്കെ, നമ്മുടെ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ബൈ എ അല്ലേ, നമ്മുടെ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻസിൽ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ റൂട്ട്സ് ആരൊക്കെയാണ്? ആൽഫയും ബീറ്റയാണ് തന്നിട്ടുണ്ട്. സോ റൂട്ട്സിൻ്റെ സമ്മ് ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? മൈനസ് ഓഫ് മൈനസ് പി ബൈ 1. ഓക്കെ, ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് മൈനസ് പി ആണ്. സോ മൈനസ് ഓഫ് മൈനസ് പി ബൈ 1 എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു പി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ദെൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ഡിവൈഡഡ് ബൈ 1, അതായത് 6. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് ആർ ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റൂട്ട്സ് ആരൊക്കെയാണ്? ആൽഫ ബൈ 2 ബീറ്റ. സോ റൂട്ട്സിൻ്റെ സം എന്ന് പറയുമ്പോൾ ആരാണ്? ആൽഫ ബൈ 2 പ്ലസ് 2 ബീറ്റ. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ നെഗറ്റീവ് ഓഫ് അല്ലേ, മൈനസ് ഓഫ് മൈനസ് ക്യൂ ബൈ 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്യൂ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആൽഫ പ്ലസ് 4 ബീറ്റ ഇസ് ഈക്വൽ ടു 2q. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ആൽഫ ബൈ 2 ഇൻറ്റു 2 ബീറ്റ. ഓക്കെ, അത് എത്രയാണ്? ഇവിടെയും സെയിം തന്നെ, ആർ ബൈ 1 അല്ലേ, അതായത് 6 വരും. 2 കട്ട് ചെയ്താൽ ജസ്റ്റ് എന്താണ്? ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, നമ്മുടെ സെയിം ഇവിടെ ഉള്ള സെയിം റേഷ്യോ റിലേഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇക്വേഷൻ 1 പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു പി ആൻഡ് ഇക്വേഷൻ 2 പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് 4 ബീറ്റ ഇസ് ഈക്വൽ ടു 2q. ഓക്കെ, അപ്പം ഇക്വേഷൻ 1ഉം 2ഉം ഉണ്ട്. ഞാനപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് 2ൽ നിന്ന് 1 കുറയ്ക്കുകയാണ്, കാരണം നമുക്ക് ആൽഫ എലിമിനേറ്റ് ആയി പോകും. ആൽഫയിൽ നിന്ന് ആൽഫ പോയ 0 ആൻഡ് 4 ബീറ്റ മൈനസ് ബീറ്റ എന്ത് വരും? 3 ബീറ്റ വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണ്? 2q മൈനസ് പി. സോ ഇതിൽ നമുക്ക് ബീറ്റ എന്ത് കിട്ടും? 2q മൈനസ് പി ഡിവൈഡ് ബൈ 3. ഓക്കെ ആണല്ലോ. നമുക്ക് ബീറ്റ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ ബീറ്റയ്ക്ക് ഈ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും അല്ലേ. ആൽഫ ഇസ് ഈക്വൽ ടു വാട്ട്? പി മൈനസ് ബീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് പി മൈനസ് ബീറ്റയാണ്. പി മൈനസ് ബീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? 2q മൈനസ് പി ബൈ 3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3p മൈനസ് 2q പ്ലസ് പി ബൈ 3. ഓക്കെ, സോ 4p മൈനസ് 2q ബൈ 3 വരും അല്ലേ. അതിൽ 2 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? 2p മൈനസ് q ബൈ 3. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ 2 ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ട്. ആറെന്ന് പറയുന്നത് ആൽഫയുടെയും ബീറ്റയുടെയും പ്രൊഡക്റ്റാണ്. സോ നമുക്ക് ആൽഫ അറിയാം, ബീറ്റ അറിയാം, ജസ്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, സോ ആറെന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 2/3 ഇൻറ്റു 2p മൈനസ് q. ഓക്കെ, ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റയാണ്. ബീറ്റ എന്താണ്? 2q മൈനസ് പി ബൈ 3 ഇൻറ്റു 2q മൈനസ് പി ബൈ 3. സോ എന്ത് വരും? 2/9 ഇൻറ്റു 2p മൈനസ് q ഇൻറ്റു 2q മൈനസ് പി. ഇതാണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, അതായത് 2/9 ഇൻറ്റു 2p മൈനസ് q ഇൻറ്റു 2q മൈനസ് പി. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ജസ്റ്റ് ആ ഒരു നോളജ് ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് റൂട്ട്സ് തന്നാൽ റൂട്ട്സിൻ്റെ സം എന്തായിരിക്കും, അതുപോലെ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ.